ഇരിക്ക്. ചന്ദ്രമോളെ ഒന്നെങ്കി വന്നേ. മോളെ ഇത് കുഴപ്പമാവും കേട്ടോ. അച്ഛനോ സിദ്ധുവോ എന്റെ കെട്ടിയോനോ വന്നു കഴിഞ്ഞാൽ എന്താവും സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ മദ്യമായിട്ട് വരുന്നതെന്ന് ഞാനും കരുതിയില്ല. ഒരു കുഴപ്പമുണ്ടാവില്ല ചേച്ചിയമ്മ. അവരിപ്പോ പൊയ്ക്കോളൂ. അച്ഛൻ സുഹൃത്തുക്കളുടെ മുൻപിലെ ഒരു ഗമ കാണിക്കുന്നതാ. കുടിച്ചിട്ട് ഇവിടെ ഇരുന്നാലും കുഴപ്പമില്ലായിരുന്നു. ആ കുപ്പി ഒന്നുകൊണ്ട് കാറിൽ വെച്ചിട്ട് വന്നാലും മതിയായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം. ചേച്ചിയമ്മ ധൈര്യമായിട്ടിരിക്കെ. ചന്ദ്രമോളെ, ചന്ദ്രമോളെ, ഞാനിപ്പോ വരാം ചേച്ചിയമ്മ. എന്താ അച്ഛാ? മോളെ, എന്തെങ്കിലും വറുത്തതോ പൊരിച്ചതോ ഉണ്ടെങ്കിൽ എടുത്തോ. ഇല്ലെങ്കിലേ യുവമാര് വിചാരിക്കത്തില്ലേ ഇവിടെ ഒന്നുമില്ല, ദാരിദ്ര്യമാണെന്ന്. ചിപ്സ് മതി അച്ഛാ. ആ, ഇനിയിപ്പോ ചിപ്സ് എങ്കിൽ ചിപ്സ് ഇങ്ങ എടുത്തോ. ആ മോളെ, 2 ഗ്ലാസ് കൂടി ഇങ്ങെടുത്തു. അയ്യോ, ആരോ വന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. അയ്യോ, നീ എന്താ പ്രേമേ അന്തം വിട്ട പെരിച്ചാഴിയെ പോലെ വഴി തടഞ്ഞു നിൽക്കുന്നത്? അതെ, ചന്ദ്രമോളുടെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അതിന് ഞാനെന്ത് വേണം? സല്യൂട്ട് ചെയ്യണോ? അല്ല, അദ്ദേഹത്തിനോടെ 2 കൂട്ടുകാരും വന്നിട്ടുണ്ട്. അവരെ ഒരു കള്ളുകുപ്പിയും കൊണ്ടാ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് കള്ളുകുപ്പിയും കൊണ്ടുവരാൻ ഇത് അയാളുടെ വീടാണോ അതോ ടൂറിസ്റ്റ് റിസോർട്ടോ? മനുഷ്യ, ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം. ഒന്നും പറയരുതേ, അവരിപ്പോ അങ്ങ് പൊയ്ക്കോളൂ. ആദ്യം ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അയ്യോ, ഒന്ന് നിന്നേ. ആ, അളയെ വന്നല്ലോ. ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇതാണ് സിദ്ധുവിന്റെ, അതായത് നമ്മുടെ മരുമോൻ ചെറുക്കന്റെ ഒരേ ഒരു അളിയൻ, മൃദംഗരംഗൻ. അയ്യോ അച്ഛാ, മൃദംഗരംഗനല്ല, അമൃതരംഗൻ. ഏതായാലും കൊട്ടിയാ പോരെ. അല്ലാതെ പിന്നെ പാച്ച് ഊതിയാലും പരമ ഊതിയാലും പേപ്പിയാക്കണം. നമുക്ക് അത്രേ ഉള്ളൂ. അമൃതരംഗനെങ്കിൽ അമൃതരംഗൻ, മൃദംഗരംഗനെങ്കിൽ മൃദംഗരംഗൻ. നല്ല ആളാ. പൊതുപ്രവർത്തനവും ബിസിനസ്സും ഒക്കെ ഉണ്ട്. പുലിയ. പക്ഷേ ഒറ്റ കുറവേ ഉള്ളൂ, പുലിക്ക് കുഞ്ഞുങ്ങളില്ല. അതൊരു കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഈ വിഷയം നേരത്തെ സംസാരിച്ചാണല്ലോ. ചന്ദ്രയുടെ അച്ഛൻ ഇങ്ങോട്ടായിട്ട് വന്നതാണോ അതോ? അല്ലെന്നേ, ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. നമ്മുടെ ഒരു പഴയ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ഒരു റൗഡിയെ പിടിക്കുന്നതിനിടയ്ക്ക് കുത്തുകൊണ്ട് ചത്തുപോയതാ. ഞങ്ങൾ എല്ലാവരും കൂടി പിരിവെടുത്ത് അയാളുടെ മോളുടെ കല്യാണം അങ്ങ് നടത്തിപ്പോയി. തിരിച്ചു വരുന്ന വഴി ഇവിടെ കയറി നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. അപ്പോഴാണ് ഇവൻ കയ്യിലുള്ള കാര്യം ഓർത്തത്. അപ്പൊ പിന്നെ കുപ്പിയുടെ പെടലും കൂടി പിരിച്ചോടിച്ച് 2 മട അടിച്ചിട്ടങ്ങ് പോകാമെന്ന് കരുതി. അളിയന് ഒരെണ്ണം ഒഴിക്കട്ടെ? എനിക്കിത് ശീലമില്ല. അത് ചുമ്മാ. ആ കണ്ണും കവളും മുഖമൊക്കെ കാണുമ്പോ അറിയാം നല്ല കീറുന്നതെന്ന്. പിന്നെ എന്തിനാളിയാ ഞങ്ങളോട് ഈ ചാട് കാണിക്കുന്നത്? സാറൊഴിക്കുന്ന അളിയൻ കുടിക്കും. പ്രേമ ഒന്ന് വന്നേ. DYSP കൂട്ടിന് ഇറങ്ങിപ്പോന്നോ അതോ കുപ്പിയെടുത്ത് ഞാൻ തലക്കടിക്കണോ?
ദൈവത്തെ ഓർത്ത് നിങ്ങൾ വഴക്കിനെന്ന് നിൽക്കല്ലേ. നമ്മൾ അറിഞ്ഞോ ചന്ദ്ര അടച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ചന്ദ്രമോൾ ആകെ വിഷമത്തില. ഞാൻ അവളോട് പറയാം, അച്ഛനോട് സംസാരിക്കാം. ചന്ദ്രേ മോളെ. അച്ഛാ ഞാനിപ്പോ വരാം. എന്താ ചേച്ചിയമ്മേ? മോളെ ആ കുപ്പി എടുത്ത് മാറ്റാൻ പറ. ഞാൻ പറഞ്ഞില്ലേ, അച്ഛനോ സിദ്ധോ വന്നാ വലിയ പ്രശ്നമാവും. അച്ഛാ ഓ, അങ്ങനെയാണോ? അങ്ങക്കറിയത്തില്ലായിരുന്നു ഈ കുടുംബം രഘുപതി രാഘവ രാജാറാമാണ്. ഞങ്ങളങ്ങ് പോയേക്കാമേ. ഏയ് നമുക്ക് ഇറങ്ങാം. അളിയന് അത്രയ്ക്ക് പിടിച്ചില്ല. പിന്നെന്താ? അളിയോ, അളിയാ, ഇങ്ങോട്ടിറങ്ങി വാ അളിയാ. ഞങ്ങളെന്നാ ഇറങ്ങിയേക്കാം. ഈ കുപ്പി കൊണ്ടുവന്നവൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ആരും ചെയ്യാത്തൊന്നും അല്ലല്ലോ. നമ്മളെല്ലാം ഒന്നല്ലേ അളിയാ. നിങ്ങൾ വാ. ആ മോളെ, അച്ഛൻ ഇറങ്ങുക. അല്ല, ഭക്ഷണം? ഏയ് ഭക്ഷണമൊന്നും വേണ്ട. ഞങ്ങളെ കല്യാണ സദ്യ കഴിച്ചിട്ട് വരികയല്ലേ. ആ മോളെ, നാളെ നിന്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണ്. ഓർമ്മ ദിവസം? ആ, ഓർമ്മ ദിവസം എന്ന് പറഞ്ഞാലേ അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ദിവസം. ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതിനേക്കാൾ വലുതല്ലേ പെങ്ങളെ മനസ്സിൽ നിന്ന് മരിക്കുന്നത്. അയ്യോ, ഇതെങ്ങാനും പ്രശ്നമാവോന്നാ. സിദ്ധുവിട്ട് ഇതൊന്നും അറിയില്ല ചേച്ചി. അറിഞ്ഞേക്കും. അച്ഛൻ എന്ത് പറയുമെന്ന് ഓർക്കുമ്പോഴാ. ചേട്ടച്ചനോട് പറയണം ഇവിടെ നടന്ന കാര്യം സിദ്ധുവിനോടും അച്ഛനോടും പറയില്ലെന്ന്. അക്കാര്യത്തില് എനിക്ക് ഒരു ഉറപ്പും പറയാനാവില്ല മോളെ. ഞാൻ പറഞ്ഞാല് അങ്ങനെ അനുസരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ചേച്ചി പ്ലീസ് ഒന്ന് പറയേ. വേണമെങ്കിൽ ഞാനും കൂടി ചേട്ടച്ചനോട് റിക്വസ്റ്റ് ചെയ്യാം. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു നോക്കാം. മോൾ അപേക്ഷിക്കാനൊന്നും പോണ്ട. പ്രേമേ, പ്രേമേ. ദേ വിളിക്കുന്നു, ഞാനിപ്പോ വരാം. മോള് സങ്കടപ്പെടല്ലേ.